ഐശ്വര്യമായിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാശിയിലാണ്. ഇവിടെ വന്നിട്ട് ഗംഗാ ആരതി കാണാതെ തിരിച്ചു പോരേണ്ടി വന്നു. റീൽസിലും വീഡിയോസിലും എല്ലാം ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് അവിടെ എത്തിയപ്പോൾ അതൊന്ന് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഗംഗാ തീരത്തെ പകൽ കാഴ്ചകളിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമാണ് രാത്രിയിലെ കാഴ്ച. കാശിയിലെ രണ്ടാമത്തെ ദിവസം ബോട്ടിങ്ങിന് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നടന്നുള്ള കാഴ്ചകൾ മതിയാക്കി ഇനി നദിയിലൂടെ ഒരു യാത്രയായാലോ. ഓരോ ബോട്ടും ഓരോ ഗ്രൂപ്പുകളായിട്ടാണ് പോവുക. ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബോട്ടുകൾ പോവില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അത് വളരെ ചെറിയ ബോട്ടുകളാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ വലിയ ബോട്ടുകളിൽ പോകുന്നെങ്കിലും മിനിമം ഒരു 10-15 പേരെങ്കിലും അതിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് അവർ ആ ബോട്ട് ട്രാവലിങ്ങിനായിട്ട് അവർ പോവുകയുള്ളൂ. ഞങ്ങൾ 2 പേരും കയറിയപ്പോൾ ഒരാൾക്ക് 150 രൂപ വെച്ച് 300 രൂപയാണ് 2 പേർക്ക് കൂടെ. പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു. ഈ അപ്പൂപ്പനൊരു രാജസ്ഥാനിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ബോട്ട് മൂവ് ചെയ്തു തുടങ്ങി. ബോട്ട് മുന്നോട്ട് നീങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ലൈഫ് ജാക്കറ്റ് എല്ലാം കിട്ടിയത്. അങ്ങനെ ഗംഗാ നദിയിലൂടെയുള്ള ഞങ്ങളുടെ ആദ്യത്തെ യാത്ര തുടങ്ങി. നദിയിലൂടെ പോകുമ്പോഴാണ് പല സ്നാനഘട്ടങ്ങളും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. ഓരോ സ്നാനഘട്ടത്തിൻ്റെയും പേര് അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുരാതന ഇന്ത്യയുടെ പ്രൗഢി കാണിക്കുന്ന ഓരോ സ്മാരകങ്ങൾ തന്നെയാണ് ഈ ഓരോ സ്നാനഘട്ടങ്ങളും. ഒത്തിരി പഴയ ബിൽഡിങ്ങുകളാണ്, പക്ഷേ അവയുടെ ആ ഒരു ഭംഗിയും നിർമ്മാണ രീതിയൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഓരോ സ്നാനഘട്ടത്തിൻ്റെയും ബിൽഡിങ്ങുകളുടെ നിർമ്മാണ രീതി വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടമാണ്. ബോട്ടിൽ കുറച്ച് അധിക ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് മണികർണിക ഘാട്ടിൻ്റെ കാഴ്ചകൾ മുന്നിലേക്ക് എത്തിയത്. നമ്മൾ വീഡിയോസിലും സിനിമകളിലും എല്ലാം ഒത്തിരി കണ്ടിട്ടുള്ളതാണ് മണികർണിക ഘാട്ടിലെ ഈ ദൃശ്യങ്ങൾ. എപ്പോഴും ഒരു മൃതശരീരമെങ്കിലും ഇവിടെ കത്തിക്കൊണ്ടിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. കുറേ ദൂരം മുന്നോട്ട് പോയതിനു ശേഷം ഞങ്ങൾ തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു.